പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ഇനി യേശു പ്രത്യക്ഷനാകും. ഒന്നാമത് പ്രത്യക്ഷനായപ്പോൾ എനിക്ക് നീതീകരണം കിട്ടിയെങ്കിൽ, ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഇനി യേശു വരുമ്പോൾ എനിക്കെന്ത് കിട്ടും? റോമാലേഖനം 8:18 അറിയാവുന്നവർ എന്നോട് ചേർന്ന് ആർജവത്വത്തോടെ പറഞ്ഞ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. 2 തെസ്സലോനി 2:14 നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. എന്തിനാ രക്ഷിക്കപ്പെട്ടത്? രക്ഷിക്കപ്പെട്ടവർ എന്തിനാ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ഇരുമ്പ് തൂണ് പോലെ, താമ്രമതില് പോലെ നിലനിൽക്കുന്നത്? ജോലി കിട്ടിയാലും കിട്ടിയില്ലേലും, പ്രശ്നം മാറിയാലും മാറിയില്ലേലും, സൗഖ്യമായാലും സൗഖ്യമായില്ലെങ്കിലും, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും നടുവിൽ വിശ്വാസം ധരിച്ചു കളയാതെ ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി എന്താണ്? ഒറ്റ ഉദ്ദേശമാണ്, എന്നിലൊരു മഹത്വം വെളിപ്പെടാനുണ്ട്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് അറിഞ്ഞു ദൈവത്തിന് ആമേൻ പറയാൻ കഴിയും? നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അടുത്തതൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഫിലിപ്പിയ ലേഖനം 3:20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളം നാദത്തിങ്കൽ യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം യേശു കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അതിന് പറയുന്ന പേരാണ് തേജസ്കരണം. അതിന് പറയുന്ന പേരാണ് മഹത്വീകരണം. അതിന് പറയുന്ന പേരാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പ്. അതാണ് അന്ത്യകാല രക്ഷ. അതാണ് ജീവനുള്ള പ്രത്യാശ. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിനും നന്ദി പറയാ. KJ തോമസ് മാസ്റ്റർ ഇത് വല്ലതും നടക്കൂ? ഒരാമേനൊന്ന് പറഞ്ഞു. ഇതൊന്നും നടക്കത്തില്ലെന്നാ പലരുടെയും ചിന്തയെന്നാണ്, പലരുടെയും നിലപാട് കാണുമ്പോൾ തോന്നുന്നത്. എന്നോട് ചേർന്ന് നല്ല ആമേനെന്ന് പറ. ഇത് വല്ലതും നടക്കുവോ? യേശു വരുവോ? നിങ്ങൾക്കൊരു ഉത്സാഹമില്ല. യേശു വരുവോ? യേശു വരും. ആമേൻ, ആമേൻ. നല്ലൊരു ആമേൻ എന്ന് പറ. കര ഉയർത്തിപ്പിടിച്ച് സ്വോത്രം ചെയ്ത് പറ. യേശു മടങ്ങി വരുമെന്ന് നിഷേധിക്കാൻ കഴിയാത്ത ഒരു ഉറപ്പ് ദൈവം തന്നിട്ടുണ്ട്. അത് പറഞ്ഞ എന്റെ വാക്ക് നിർത്തും. കുറിവാക്കി ഒന്നോട് വായിച്ചു. ഏതാ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ ഒരു നല്ല ആമേൻ എന്ന് പറ. പുനരുദ്ധാനത്താൽ യേശു വരുമെന്നേ
മരിച്ചവർ ഉയർക്കുമെന്നേ, നാം രൂപാന്തരപ്പെടുമെന്നേ, അതും നടക്കുമെന്ന് തമ്പുരാൻ തന്ന ഉറപ്പാണ് യേശുവിന്റെ ഉയർപ്പെന്ന്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് സന്തോഷത്തോടെ ഈ രാത്രി ആമേൻ പറയാൻ മനസ്സുണ്ട്? ആ കരങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഒറ്റ കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്താൻ പോവാ. പ്രിയരേ, യേശു കർത്താവിന് ഉയർത്തെഴുന്നേൽക്കാൻ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റേണ്ട കാര്യമില്ല. സ്തോത്രം പറയാവോ? യേശുവിനെ ഉയർക്കാൻ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റണോ? ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ, വാതിൽ തുറക്കാതെ ഓട് പൊളിക്കാതെ, അന്ന് ഓട് കാണിയല്ല, മേൽക്കുര പൊളിക്കാതെ കർത്താവ് അവരുടെ നടുവിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആ കർത്താവിന് കല്ലറയെന്ന് വെളിയിൽ വരാൻ ഈ കല്ല് മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു, ദൈവമേ, കർത്താവിനെ വെച്ച കല്ലറയുടെ വാതിക്കൽ ഒരു കല്ലുണ്ടായിരുന്നേ. യഹൂദന്മാർ എന്ന് പീലാത്തോസിനോട് പറഞ്ഞു, അയ്യോ ആ വഞ്ചകനുണ്ടല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉയർക്കുമെന്ന്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ അവൻ്റെ ശിഷ്യന്മാർ ഭയങ്കര വക്രബുദ്ധിക്കാരൻ. ഈ ഡെഡ് ബോഡി മോട്ടിച്ചുകൊണ്ട് പോയിട്ട് നാട് മുഴുവൻ പറഞ്ഞു നടക്കും ഉയർത്തെന്ന്. അതുകൊണ്ട് അവന്മാരുടെ ഭോഷ്ക്ക് പരക്കാനിട വരാതെ നമുക്ക് പഴുതടച്ച് കാര്യങ്ങൾ ചെയ്യണം. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ എന്നാ വേണേലും ചെയ്തു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ഒരു നല്ല ആമയും പറഞ്ഞു. നല്ല ശൂരന്മാരായ പടയാളികളെ കാവൽ നിർത്തി, കല്ലിന് മുദ്രയും വെച്ചു. ദൈവമേ, അതൊക്കെ എന്തും നന്നായി. ഒരു നല്ല ആമേനൊന്ന് പറഞ്ഞു. ഈ പടയാളികൾ കാവല് നിന്നതുകൊണ്ട്, മുദ്ര ഉണ്ടായിരുന്നത് കൊണ്ടും അല്ലേ, അത് സത്യമാണ് ഇന്ന് ലോകം അംഗീകരിച്ചത്. അങ്ങനൊന്നും ഇല്ലായിരുന്നെങ്കിൽ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ല് മാറ്റാതെ കർത്താവ് പുറത്ത് വന്നിരുന്നെങ്കിൽ, എനിക്ക് അതിനേക്കാൾ അത്ഭുതം തോന്നിയിട്ടുണ്ടല്ലോ. ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി, എന്നിട്ട് കല്ലിന് മേളിൽ ഒരു ദൂതൻ ഇരിക്കുക, മടിയൻ ദൂതൻ. സ്വർഗത്തിലോട്ട് എന്നാൽ അടുത്ത ഡ്യൂട്ടി കിട്ടും. അടുത്ത ഡ്യൂട്ടി കിട്ടാതിരിക്കാൻ കിട്ടിയ സമയം കല്ലിന് മുകളിൽ കുത്തിയിരുന്ന് സമയം കൊല്ലുക. ആണോ? സമയം കൊല്ലാനാണോ ദൂതൻ കല്ലിന് മുകളിൽ കുത്തിയിരിക്കുന്നത്? അല്ല. ദൂതൻ കല്ലുരുട്ടി മാറ്റിയിട്ട് തിരിച്ചു പോയാലേ ഈ പടയാളികള് ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാകാതിരിക്കാൻ തിരിച്ചുരുട്ടും കല്ല്. അപ്പൊ മറിയം, നിനക്ക് വേണ്ടി തമ്പുരാൻ ഉരുട്ടി മാറ്റിയ കല്ല് മറ്റാരും തിരിച്ചുരുട്ടാതിരിക്കാൻ ദൂതനെ അവിടെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവമക്കൾ വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് വഴി തുറക്കുക മാത്രമല്ല, ദൈവത്താൽ തുറക്കപ്പെട്ടതൊന്നും അടയാതെ എന്റെ ദൈവം തന്റെ ദൂതനെ അവിടെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ, അഭിഷക്തന്മാർ, ആത്മാവിൽ സിംഹഗർജനം പോലെ സ്തോത്രം ചെയ്തു പറ, ദൈവം വഴി തുറക്കുക മാത്രമല്ല, തുറന്നതടയാതെ സൂക്ഷിക്കാനും എന്റെ കർത്താവ് വിശ്വസ്തൻ.